കാട്ടാക്കട നെയ്യാർ ഡാമിൽ കെഎസ്ആർടിസി ബസ്സുകൾ കൂട്ടിയിടിച്ച് 10-ലധികം പേർക്ക് പരിക്കേറ്റു. ഡ്രൈവറുടെ കാലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തി ഡ്രൈവറുടെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചായിരുന്നു ഡ്രൈവറെ പുറത്തെടുത്തത്. അരുൺ മോഹൻ വിവരങ്ങളുമായി. അരുൺ, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ഈ പരിക്കുകൾ ഗൗരവമുള്ളതാണോ? ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം. ഈ കാട്ടാക്കട നെയ്യാർ ഡാമിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. കാട്ടാക്കട ഡിപ്പോയിലെ ബസ്സുകളായിരുന്നു ഇതിൽ 2 ബസ്സും. ഒരു ബസ് തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാർ ഡാമിലേക്ക് വരികയും മറ്റൊരു ബസ് നെയ്യാർ ഡാമിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു. ഈ പറയുന്ന സംഭവം നടക്കുന്ന സ്ഥലം റോഡ് വളരെ ഇടുങ്ങിയതും ബണ്ട് പോലത്തെ റോഡായിരുന്നു. കഴിഞ്ഞ പ്രളയ സമയത്ത് ഇടിഞ്ഞു താഴ്ന്ന നാട്ടുകാർ നിരവധി തവണ റോഡിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടിയ ഒരു ഇടം കൂടിയായിരുന്നു ഈ ഇടം. പക്ഷേ ഇന്ന് ഈ സംഭവത്തിൽ ഇങ്ങനൊരു ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുകയായിരുന്നു. ബസ്സുകൾ കൂട്ടിയിടിച്ചു. ഉണ്ടായിരുന്ന യാത്രികരായ 10-ലധികം പേർക്ക് പരിക്കേറ്റു. അതേസമയം ബസ്സിലെ ഡ്രൈവറായ നാഗരാജിനെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ക്യാബിൻ പൊളിച്ചായിരുന്നു പുറത്തെടുത്തത്. ഇദ്ദേഹത്തിന്റെ കാലിന് ഗുരുതരമായ പരിക്കുണ്ട്. ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റുള്ളവർ സമീപത്തെ ആശുപത്രികളിലൊക്കെ ചികിത്സ നേടി. ആരുടെയും നില മറ്റുള്ളവരുടെ നില കാര്യമല്ല എന്നുള്ളതാണ് പ്രാഥമിക വിവരം. എന്നായാലും ഫയർഫോഴ്സും നെയ്യാർ ഡാം പോലീസും ഉൾപ്പെടെയുള്ളവരും ഇവിടെ സ്ഥലത്തുണ്ട്. ശരി, ദൃശ്യങ്ങളിൽ കാണാം. ആ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ രക്ഷപ്പെടുത്തിയത്. ഇതിനിടയിൽ ആണ് ഡ്രൈവറുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. മറ്റുള്ളവരുടെ പരിക്ക് അത്ര സാരമല്ല എങ്കിൽ പോലും വലിയൊരു അപകടം ആ തരത്തിൽ ഒഴിവായി എന്ന് പറയാം.